തിരൂരിലെ ഒരമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു. എന്റെ സ്നേഹിതൻ ബഹുമാനപ്പെട്ട പൊന്മുണ്ട മുഹമ്മദ് ബാക്കവി ഉസ്താദ് അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരൂര് കിടക്കയിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയാണ് ഒരമ്മ. അവര് ദർസ് നടത്തുന്ന തിരൂരിൽ അസ്ഹരിപ്പാറ എന്ന സ്ഥലത്തുള്ള ഒരു അമ്മയാണിത്. അവരുടെ മകൻ പറഞ്ഞു, അമ്മേ ഇപ്പോൾ അതല്ല ചൊല്ല, ഇപ്പോൾ ഓം നമഃ ശിവായ എന്നാ ചൊല്ല. അമ്മ വീണ്ടും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം അത് ചൊല്ലി മരിച്ചു. നമ്മളെ പെണ്ണുങ്ങൾ പറഞ്ഞു, അമ്മ അത് ചൊല്ലി മരിച്ചോട്ടെണ്ണേ, ഞങ്ങളൊക്കെ അത് ചൊല്ലി മരിക്കാൻ കൊതിക്കുവാണ്. മരണമൊക്കെ കഴിഞ്ഞു. അവരുടെ ആചാരപ്രകാരം മറവ് ചെയ്തു. അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ശേഷം ഒരു 2000 രൂപ ഈ മകനോ മറ്റേത് മകനോ എന്നറിയില്ല, ഈ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അമ്മക്ക് പ്രാർത്ഥിക്കണം, നിങ്ങളെ പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ എടുക്കുന്ന പണി നിർത്തും, കയ്യിലുള്ള സാധനം കൊണ്ട് തല പൊത്തിപ്പിടിക്കും. ഈ തലയിൽ വെച്ച ചിലപ്പോൾ ചൂലായിരിക്കും, ചിലപ്പോൾ പാത്രമായിരിക്കും, മുഖമായിരിക്കും. ഈ തലയിൽ പൊത്തിപ്പിടിച്ചത് താഴെ വെക്കുന്നതും എടുക്കുന്ന പണി തുടരുന്നതും ബാങ്ക് കൊടുത്തതിന്റെ ശേഷമായിരിക്കും. ബാങ്കിനാദരിച്ചു എന്ന കാരണം കൊണ്ട് ആ അമ്മയെ ഒരു സുജൂദ് പോലും ചെയ്യാത്ത, ഒരു നോമ്പ് പോലും നോൽക്കാത്ത, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുമ്പ് ചൊല്ലാത്ത ആ അമ്മയെ സ്വർഗത്തിലേക്ക് നേരെ അല്ലാഹു തആല വഴി നടത്തി.